പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ട് ഏകദേശം 20-25 വർഷങ്ങളായി. രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒന്നായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. I don't think any other leader in the whole world would have been attacked in the way that he was. എങ്ങനെയാണോ അദ്ദേഹം ആക്രമിക്കപ്പെട്ടതുപോലെ അതുപോലെ ലോകത്ത് ഒരു നേതാവിനെ പോലും ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതുകയാണ്. The BJP under Narendra Modi ji carried out a full campaign on social media, on media, put a lot of resources into it to humiliate him and to publicly tarnish his reputation. അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സത്കീർത്തി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയും BJPയും മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഒരുപാട് പൈസയും വിഭവങ്ങളും ചെലവാക്കി ഒരു വലിയ പ്രചാരണം തന്നെ നടത്തുകയുണ്ടായി. Most people believed this campaign. പലരും, ഒരുപാട് ആളുകൾ ഈ പ്രചരണത്തിൽ വിശ്വസിച്ചു. Many people turned their backs on him. ഒരുപാട് ആളുകൾ എൻ്റെ സഹോദരനെതിരെ പുറംതിരിഞ്ഞു നിന്നു. But it was you, my sisters and brothers, who put your faith in him, who realized that this man is being attacked because he is standing for the truth. He is fighting for what is right. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അദ്ദേഹത്തിനെതിരെ എല്ലാവരും പുറംതിരിഞ്ഞ സമയത്ത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ് അദ്ദേഹത്തിനോടൊപ്പം നിന്ന് അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് മനസ്സിലായി, ശരിക്ക് വേണ്ടിയാണ് പോരാടുന്നതെന്ന് മനസ്സിലായി അദ്ദേഹത്തോടൊപ്പം നിന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. You understood why he was being attacked. നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടതെന്ന്. Because throughout the history of mankind, those who have stood for the truth, those who have fought for what is right, have fought a very lonely battle, and they have been attacked mercilessly by those who are deceitful and divisive. നിങ്ങൾക്കത് മനസ്സിലായി. കാരണം മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ ആരാണോ സത്യത്തിന് വേണ്ടി, ആരാണോ ശരിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത്, അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആക്രമണം വഞ്ചനാത്മകമായ ശക്തികളിൽ നിന്ന് എല്ലാ കാലത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട്. My sisters and brothers, I am Rahul's sister. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ രാഹുലിന്റെ സഹോദരിയാണ്. I know that he got his strength to walk those 4,000 kilometers from Kanyakumari to Kashmir from you. എനിക്കറിയാം, കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണെന്ന് എനിക്കറിയാം. It was your love that gave him courage. നിങ്ങളുടെ സ്നേഹം, എൻ്റെ സഹോദരൻ രാഹുലിന് ധൈര്യം നൽകിയത് നിങ്ങളുടെ സ്നേഹമാണ്. And he walked from Kanyakumari to Kashmir. He traveled from Manipur to Mumbai in the name of unity, in the name of love, in the name of peace. ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കന്യാകുമാരി മുതൽ കശ്മീർ വരെ 4000 കിലോമീറ്റർ നടന്നതും മണിപ്പൂർ മുതൽ ബോംബെ വരെ 4000 കിലോമീറ്റർ യാത്ര ചെയ്തതും. You are the people of Wayanad. You have a rich and deep history of standing up for what is right. എന്താണ് ശരി, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു ചരിത്രം, ആഴമുള്ള ഒരു ചരിത്രം വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾക്കുണ്ട്. Your forefathers fought for the freedom of India. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ പോരാടിയിട്ടുണ്ട്. And you are an example even today of what India really stands for. ഇന്ത്യ എന്ന രാജ്യം എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നും ഇവിടുത്തെ ജനങ്ങൾ. You have the Manakkunu temple here. You have St. Mary's Forona church here. You have mosques here. നിങ്ങൾക്ക് ഇവിടെ മണക്കുന്ന ക്ഷേത്രമുണ്ട്, സെന്റ് മേരീസ് ഫൊറോണ പള്ളിയുണ്ട്, അതുപോലെ നിങ്ങൾക്ക് മോസ്കുകളുണ്ട്. You live in harmony, whether you are Hindus, Muslims, Christians. നിങ്ങൾ ഹിന്ദുക്കളാകട്ടെ, മുസ്ലിംകളാവട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, നിങ്ങൾ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. The divisive politics of the BJP has not touched your spirit. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ചൈതന്യത്തെ BJPയുടെ വിഭജന രാഷ്ട്രീയം ഇതുവരെ സ്പർശിച്ചിട്ടില്ല. You have the true spirit of India within you. ഇന്ത്യയുടെ യഥാർത്ഥ ചൈതന്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ യഥാർത്ഥം എന്ന വീര്യം എന്ന് പറയുന്നത് അത് നിങ്ങളിലുണ്ട്, ഇവിടുത്തെ ജനങ്ങളിലുണ്ട്. And look what a beautiful place this is. ഒന്ന് നോക്കൂ, എത്ര മനോഹരമായ ഒരു പ്രദേശമാണിത്. You really should be proud and you're really fortunate
to be the people of Wayanad. ശരിക്കും നിങ്ങൾക്ക് അഭിമാനം വേണം. ഇവിടുത്തെ ജനങ്ങളായി ജീവിക്കുക എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഭാഗ്യം ചെയ്തവരായിട്ട് നിങ്ങൾ കരുതണം. So much natural beauty. എന്തുമാത്രം പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. So much beauty of spirit. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ ചൈതന്യത്തിന് എത്രമാത്രം മനോഹരതയാണുള്ളത്. And so much real potential. അതുമാത്രമല്ല എന്തുമാത്രം സാധ്യതകളാണ് ഈ പ്രദേശത്തിനുള്ളത്. And yet I know, and wherever I have been going, I have also been listening to the problems that you are facing. എന്നാലും എനിക്കറിയാം, ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Unemployment is at an all-time high throughout the country. രാജ്യം മുഴുവൻ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ നിരക്കുള്ള സമയമാണിത്. Prices have risen so much that all my sisters over here are having difficulty making ends meet. കാരണം വിലക്കയറ്റം അത്രമാത്രമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇവിടെയുള്ള സഹോദരിമാർക്ക് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാം. It's difficult for you if somebody in the family falls sick, if there is a problem, you have to take a loan for someone's education. It's difficult to repay those loans. നിങ്ങൾക്കറിയാമോ, വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വരുന്നു, ആരുടെയെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾക്ക് കടം വാങ്ങിക്കേണ്ടി വരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ വരുന്നു. ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാം. This morning I went to some farms where the farmers are growing banana, pepper, cinnamon. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് കൃഷി സ്ഥലങ്ങളിൽ പോയി. അവിടെ വാഴ കൃഷി നടത്തുന്ന, കുരുമുളക്, കറുവാപ്പട്ട കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇന്ന് രാവിലെ പോയി. They are family of many brothers. അത് കുറേ സഹോദരന്മാരുടെ ഒരു കുടുംബമാണത്. So after we had walked around their farms and they had explained to me what the problems and issues are, I asked them, so what is the future you see for yourself and your family? അവിടെ ഞാൻ അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് അവരോട് കുറച്ച് സംസാരിച്ച് അവിടെ നടന്ന ശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ഭാവിയാണ് നിങ്ങൾക്ക് വേണ്ടി കാണുന്നത്? And one of them said, what future? I want to sell my land now. I want to move somewhere else closer to the road. അവിടെ ഒരാൾ പറയാ, എന്ത് ഭാവിയാ? ഒരു ഭാവിയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഭൂമി വിട്ടിട്ട് റോഡിനരികത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കണം. അങ്ങനെയാണ് ഒരു കർഷകൻ പറഞ്ഞത്. He said, I'm not getting the right price for my crops. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വിളകൾക്ക് കൃത്യമായ ആവശ്യമുള്ള വില എനിക്ക് കിട്ടുന്നില്ല. When it rains and my crops are destroyed, when the ginger because of the rain gets ruined, I have no proper compensation for it. മഴ വന്ന് എൻ്റെ വിള നശിക്കുമ്പോൾ, ഇഞ്ചിയൊക്കെ മഴയത്ത് നശിച്ചു പോകുമ്പോൾ എനിക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. He said to me that the monkeys and peacocks, and he said something very interesting to me. He said, you know, outsiders come and they look at the peacocks, they see what a beautiful bird. But for me, it's a problem because they come, they eat my crop. The monkeys are also eating my crop. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, കുരങ്ങുകൾ വരും, മയിലുകൾ വരും, അവയൊക്കെ വന്ന് വിളകൾ നശിപ്പിക്കും. അദ്ദേഹം വളരെ നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു. പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് കുരങ്ങ് വരുന്നു, മയിലുകൾ വരുന്നു, ഇതൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് പ്രശ്നമാണ്, കാരണം ഇവർ വന്ന് എൻ്റെ വിളകൾ നശിപ്പിക്കുകയാണ്. And I talked to his neighbor and his neighbor said he has 8 lakh rupees of loan. ഞാൻ അദ്ദേഹത്തിന്റെ അയൽക്കാരനോട് സംസാരിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ കടമുണ്ട്. So the farmers of Wayanad who are growing crops like coffee, tea, cinnamon, pepper, nutmeg, all these crops and having beautiful produce are not able to earn enough from their produce. വയനാട്ടിലെ കർഷകർ, നിങ്ങൾ കുരുമുളക് കൃഷി നടത്തുന്നു, കാപ്പി കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, ഇതൊക്കെ കറുവാപ്പട്ട കൃഷി നടത്തുന്നു, ഇതൊക്കെ കൃഷി നടത്തുന്ന കർഷകർക്ക് അവർക്ക് കൃത്യമായ വില, അവർക്ക് നന്നായിട്ട് ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റുന്നില്ല. At the same time, I met some laborers yesterday and I asked them, what is the biggest issue? അതുപോലെ ഞാൻ ഇന്നലെ കുറച്ച് തൊഴിലാളികളെ കണ്ടു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? They were timber loaders. അവര് തടിപ്പണി ചെയ്യുന്നവര്, അത് ലോഡ് ചെയ്യുന്നവരാണ്. I thought they will say maybe their wages are not enough, maybe they're working too many hours. ഞാൻ വിചാരിച്ചു അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ഒത്തിരി നേരം ജോലി ചെയ്യുകയാണ് എന്നൊക്കെ ഞാൻ കരുതി. But immediately they said, the biggest problem here is we want a medical college in Wayanad. പക്ഷെ നിങ്ങൾക്കറിയോ, അവർ പെട്ടെന്ന് ഞാൻ എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണം, അതാണ് അവർ പറഞ്ഞത്. And then the second thing they said is that we want a road, we want the night ban lifted, we want a passage.
അവർ പിന്നെ രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾക്ക് റോഡ് വേണം, ഈ രാത്രി യാത്രാ നിരോധനം ഇവിടെ മാറ്റണം, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റണം. അതാണ് അവർ രണ്ടാമതായി പറഞ്ഞത്. I met Manrega workers. They were working in a tea garden. I asked them, my sisters, what is your biggest trouble? അവിടെ ഒരു തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? And after telling me that Manrega wages are very low now, less jobs are given on Manrega, they also said, we want a medical college. അവരെന്നോട് ആദ്യം പറഞ്ഞു, അവർക്ക് തൊഴിലുറപ്പിൽ ഇപ്പൊ ശമ്പളം കുറവാണ് കിട്ടുന്നത്, തൊഴിലുറപ്പിൽ അവർക്ക് കിട്ടുന്ന ജോലിയും കുറവാണ്. ഇത് രണ്ടും പറഞ്ഞ ശേഷം അവരും എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് വേണം. So wherever I am going, I am understanding a few things. I am understanding that life is difficult. It is a struggle for you. You are trying very hard. You work hard in the fields. You work hard wherever you have a job. You are trying very hard. But despite all your efforts, still there are too many difficulties. ഞാൻ എവിടെ പോകുമ്പോഴും ആളുകളോട് സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നു, അല്ലാതെ ജോലി ചെയ്യുന്നു, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. I am understanding that there are big, long-standing problems here which have been carrying on for a long time. എനിക്ക് മനസ്സിലാവുന്നു, വളരെ കാലമായി ഇവിടെ നിൽക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, പരിഹരിക്കപ്പെടാതെ പോയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. The first one is that you need a good healthcare system. You need a good, at least a good first class quality hospital here, and therefore you need that medical college to give you its full facilities. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആദ്യം വേണ്ടത്, പ്രാഥമികമായി വേണ്ടത്, നിങ്ങൾക്കൊരു ഫസ്റ്റ് ക്ലാസ് സൗകര്യമുള്ള നല്ല നിലവാരമുള്ള ഒരു ആരോഗ്യ സംവിധാനം ഇവിടെ വേണം. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു മെഡിക്കൽ കോളേജും സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണം എന്നതാണ് പ്രധാന പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. Second thing, you need the night band to be accommodating to your needs. You are in a situation where if somebody falls sick and you have to take them to a hospital across the jungle, you cannot go after a certain time. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രാത്രി യാത്രാ നിരോധനം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുന്നു, നിങ്ങൾക്ക് രാത്രി യാത്രാ നിരോധനം കാരണം നിങ്ങൾക്ക് വനത്തിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ആ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവണം. And the third major problem you are facing is the man and animal conflict problem. നിങ്ങൾ നേരിടുന്ന മൂന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷമാണ്. I met a lady yesterday whose husband had been trampled by an elephant. ഒരു കാട്ടാന കുത്തി കൊലപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ ഭാര്യയായ സ്ത്രീയെ ഇന്നലെ ഞാൻ കണ്ടു. So if we look at the three main long-standing problems, there are these three problems. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ട, വളരെ കാലമായി പരിഹരിക്കേണ്ടതായി നിലനിൽക്കുന്ന ഇവിടുത്തെ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ. And I know my brother tried very hard to find resolutions for them. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്റെ സഹോദരൻ വളരെയധികം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. It was because of the pressure he put on the government that the medical college status changed from hospital to medical college. എന്റെ സഹോദരൻ ഗവൺമെന്റിൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മെഡിക്കൽ കോളേജിന്റെ, അവിടെയുള്ള ആശുപത്രിയുടെ പദവി മെഡിക്കൽ കോളേജ് എന്നെങ്കിലും മാറ്റാൻ ഈ ഗവൺമെന്റ് തയ്യാറായത്. But unfortunately, due to its own politics, the government still has not given the facilities of a medical college there. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, രാഷ്ട്രീയം കളിക്കുന്നത് കാരണം ആ ഗവൺമെന്റ് ഇതുവരെ നിങ്ങൾക്ക് അവിടെ മെഡിക്കൽ കോളേജിന് വേണ്ടി ഒരു സൗകര്യങ്ങളും നൽകിയിട്ടില്ല. To find a solution for the problem of the roads and the night ban, my brother has written to the ministries and put pressure on them as well. ഇവിടെയുള്ള റോഡുകളുടെയും അതുപോലെ രാത്രി യാത്രാ നിരോധനത്തിന്റെയും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് എന്റെ സഹോദരൻ കത്തെഴുതിയിട്ടുണ്ട്. But my understanding is that these three major problems need to be pushed. We need to continue to fight for them, continue to fight in parliament on every platform, petition the ministries, go and put pressure so that we find reasonable solutions for them. എന്റെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഈ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ്, മനുഷ്യ വന്യജീവി സംഘർഷം, രാത്രി യാത്രാ നിരോധനം, ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ നമ്മൾ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു.
So these are your three big problems which exist for a long time and we have to put pressure to solve them. ഇതാണ് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന നിങ്ങളുടെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഇത് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. On the other hand, we also have to work to maximize your potential. മറ്റൊരു വശത്ത് ഇവിടുത്തെ കഴിവ്, ഇവിടുത്തെ സാധ്യതകൾ ഏറ്റവും പരമാവധിയായി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. To increase employment opportunities right here in Wayanad. വയനാട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തൊഴിലവസരങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. And how can we do that? നമുക്കത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? I think a very strong push for tourism. വളരെ ശക്തമായിട്ട് വിനോദസഞ്ചാരത്തെ വികസിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. Different kinds of tourism also, like eco-tourism, spiritual tourism. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിനോദസഞ്ചാരം, അതുപോലെ ആത്മീയ വിനോദസഞ്ചാരം, അങ്ങനെ പല തരത്തിലുള്ള വിനോദസഞ്ചാരം നമുക്കിവിടെ വളർത്തണം. And of course all the natural beauty that you already have. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള മനോഹരമായ പ്രകൃതി സൗന്ദര്യം അതും നമുക്ക് വളർത്തണം. With a proper infrastructure and with support to the tourism industry, to the small homestays, to everybody who is trying to make a living from there, we can do a lot more. നമ്മൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് പോലെ, അതുപോലെ ഹോം സ്റ്റേ പോലെ, ഒരു ജീവനോപാധിയായി ഹോം സ്റ്റേ പോലെ നടത്തുന്നവർ, അവർക്കെല്ലാം ഒരുപാട് പിന്തുണ നൽകുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Here in your own area, there's so much potential, like Tushargiri, Padakkayam, Aripara, Teparmala. All these can be developed for tourism also. ഉദാഹരണത്തിന് നിങ്ങളുടെ തന്നെ ഈ മേഖലയിൽ തുഷാരഗിരി, പടക്കയം, അരിപ്പാറ, തേപ്പർമല തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം നമുക്ക് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി വികസിപ്പിക്കാൻ സാധിക്കും. Even the Manakunu temple and the St. Mary's Forona Church can be developed as pilgrimage sites. അത് മാത്രമല്ല, തീർത്ഥാടന കേന്ദ്ര നമുക്ക് അവിടെയുള്ള അമ്പലവും അതുപോലെ തന്നെ സെയിന്റ് ഫൊറോണ ചർച്ച്, മാം കൻ ഐ ഹാവ് ദ ലുക്ക് അറ്റ് ദ ടെമ്പിൾസ് നെയിം, മണക്കുന്നു ക്ഷേത്രവും അതുപോലെ സെയിന്റ് ഫൊറോണ പള്ളിയും നമുക്ക് പിൽഗ്രിമേജ് തീർത്ഥാടനത്തിന് വേണ്ടി കേന്ദ്രങ്ങളായി വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. താങ്ക് യു. And at the same time, as we focus on tourism, we must also focus on agriculture and on the farmers who are having such great difficulties. അത് മാത്രമല്ല, വിനോദസഞ്ചാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കഷ്ടപ്പെടുന്ന കർഷകരിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. And I think the best way to help is to put strong focus on food processing. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സംസ്കരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ്. Marketing of your products. നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ, വിപണിയിൽ എത്തിക്കണം. Packaging of your products. അതൊക്കെ നന്നായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണം, വിപണിയിൽ എത്തിക്കണം. So that you get a good price for them. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്ന അവസ്ഥയിൽ അവയെ എത്തിക്കണം. I have seen your spices. I was telling the farmer this morning that the cinnamon from here, when you boil it, the water becomes red and it's beautifully scented. And the cinnamon I get in Delhi has no scent. And if you boil it, the water remains the same color. ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ രാവിലെ കർഷകരോട് പറയാം,